ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും രേണു സുധിയുടെ വിഷയം തന്നെയാണ്. പിന്നെ കിച്ചു ഈടായിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു, നിങ്ങളേവരും കണ്ടിട്ടുണ്ടാകുമല്ലോ. അച്ഛമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരിക്കുന്നൊരു ഫോട്ടോ. കിച്ചു മീഡിയയിൽ വന്ന് ഇങ്ങനത്തെ രേണുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയും തന്നെ രേണു നോക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് രേണുവിന് എല്ലാവരും നെഗറ്റീവ് അടിച്ചുകൊണ്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവരുടെ കുടുംബകാര്യങ്ങൾ ഈ മീഡിയയിൽ വന്ന് പറയുന്നതിന് നല്ലത് അവർക്ക് സ്വന്തമായിട്ട് പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, അല്ലേ? പക്ഷേ അവരതല്ല ചെയ്ത്. ഈയിടെയായിട്ട് കിച്ചു ഒരു വീഡിയോ ഇടാൻ ഇടയായി. അത് ഭയങ്കര വൈറലായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ കിച്ചു പറയുന്നത് അച്ഛമ്മയാണ് എനിക്കെല്ലാം, അച്ഛമ്മയാണ് എന്നെ നോക്കിയത്, അച്ഛമ്മ എന്നെക്കുറിച്ച് 2 വാക്ക് പറയൂ എന്ന് പറയുമ്പം അച്ഛമ്മ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ഞാനതല്ല ചോദിക്കുന്നു കൂട്ടുകാരെ. ഈ സുധി കിച്ചു ചെറുതാവുന്ന സമയത്ത് അവനെയും എടുത്തുകൊണ്ടാണ് ഫ്ലവർ ഷോയിൻ്റെ പരിപാടിക്ക് പോയിരുന്നു എന്ന് പറഞ്ഞു. അവനെ സ്റ്റേജിൻ്റെ ബാക്കിൽ കിടത്തിക്കൊണ്ടാണ് പരിപാടികൾ അവതരിപ്പിച്ചതും എന്നൊക്കെ പറഞ്ഞു, അല്ലേ? അന്നൊക്കെ ഈ അച്ഛമ്മ എവിടെയായിരുന്നു? അന്നൊക്കെ സുധിയുടെ വീട്ടുകാരെ എവിടെയായിരുന്നു? കിച്ചു പറഞ്ഞല്ലോ അവരാണ് നോക്കിയതായിരുന്നു എന്നൊക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അച്ഛമ്മയുടെ അടുത്താക്കിയിട്ട് സുധിക്ക് പരിപാടികൾക്ക് പോയിക്കൂടെ? ഈ രേണു നോക്കിയിട്ടില്ല എന്ന് സുധി കിച്ചു പറയുന്നുണ്ട്. പക്ഷേ രേണു വന്നതിന് ശേഷം കിച്ചുവിനെ നോക്കാതെയാണോ കിച്ചു ഇത്രത്തോളം ആയത്? ഈ സുധിയുടെ വീട്ടുകാരുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇപ്പോൾ ഈ മരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ സുധിയുടെ വീട്ടുകാരുണ്ടായിട്ടുള്ളത്. മരിച്ച സമയത്ത് പോലും സുധിയുടെ വീട്ടുകാരെ എടുത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ എത്രത്തോളം ഈ സുധി വീട്ടുകാരിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെന്ന് നമുക്ക് ഏവർക്കും അതിൽ നിന്ന് മനസ്സിലാക്കാം. അതെല്ലാം ജനം മറന്നു. ഫ്ലവർ ഷോയുടെ വേദിയിൽ ഇരുന്നു കൊണ്ട് തന്നെ സുധി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കിച്ചുവിനെ എടുത്തുകൊണ്ടാണ് പ്രോഗ്രാമിന് പോയിരുന്നതും അങ്ങനെയാണ് ഓരോ പരിപാടി നടത്തിയിരുന്നതും എന്നൊക്കെ പറയുകയുണ്ടായി. അതെല്ലാം മറന്നു എല്ലാവരും. കിച്ചു ഇപ്പം ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ ആരെടുത്താ ഫ്രോഡ്? കിച്ചു അല്ലേ ഫ്രോഡിത്തരം കാണിക്കുന്നത്? കിച്ചുവിനെ ഇപ്പോൾ സുധി മരിച്ചതിന് ശേഷമാണ് ശരിക്കും കിച്ചുവിൻ്റെ വീട്ടുകാർ, അതായത് സുധിയുടെ വീട്ടുകാർ നോക്കുന്നത്. അല്ലാതെ സുധിയുടെ വീട്ടുകാർ നോക്കുന്നില്ല. അതുവരെ സുധി പറഞ്ഞ ഓരോ വാക്കും നമുക്കറിയാം. പല വേദികളിലും പല മീഡിയയ്ക്ക് മുന്നിലും സുധി പറഞ്ഞിട്ടുണ്ടത്. ഈ രേണു സുധി വന്നതിന് ശേഷം കിച്ചുവിനെ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. കാരണം അന്നൊക്കെ എന്ത് കാര്യത്തിനും വീഡിയോ എടുക്കുമ്പോഴൊക്കെ രേണു സുധിയുടെ കൂടെ ഈ കിച്ചു ഉണ്ടായിരുന്നു. ഈ ഋതപ്പൻ ഉണ്ടാവുന്നതിന് മുമ്പ്, ഋതപ്പൻ ഉണ്ടായിട്ട് പോലും കിച്ചു കൂടെ തന്നെ അല്ലായിരുന്നു. പിന്നെ എന്തിനാണ് കിച്ചു ഇങ്ങനെ ഇരുന്നോണ പറയുന്നത്? ഇപ്പം നോക്കുന്നത് അച്ഛമ്മയാണ്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ മുൻപും ഈ കിച്ചുവിന് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് ഇളക്കി വിട്ടിട്ടുള്ളതാണ്. പക്ഷേ കിച്ചു ഓർക്കണം, കഴിഞ്ഞത് മറക്കരുത്. അവന് അനുഭവങ്ങൾ, അവൻ മൂലയ്ക്ക് പോയിരുന്നത് മറ്റുള്ളവരുടെ കുറ്റമല്ല. അവന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം അവന് കാര്യപ്രാപ്തിയുണ്ട്, അവന് നേരിട്ട് സംസാരിക്കാം. രേണുവിനോട് ശക്തമായിട്ട് അവന് പറയായിരുന്നു, നിങ്ങൾ അങ്ങനത്തെ പടങ്ങളിൽ അഭിനയിക്കരുത്, അങ്ങനത്തെ ആൽബങ്ങൾ എടുക്കരുതെന്ന് കിച്ചു പറഞ്ഞില്ല. കിച്ചു അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലേ? ഒരുപാട് മന്ദാരച്ചേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും കാണണം, നല്ല ആൽബമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിച്ചു വീഡിയോസ് ഇട്ടിരുന്നല്ലോ. അന്നൊക്കെ ജനം അതിന് സപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. ഇപ്പോൾ കിച്ചു പറയുമ്പോൾ ഇന്നെന്താ? അപ്പോൾ ആരെടുത്താണ് തെറ്റ്? ആരാണ് ഇതിൽ തെറ്റുകാരൻ? കിച്ചുവാണോ? രേണുവാണോ? രേണു ഫസ്റ്റ് തന്നെ ആൽബത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കിച്ചു വിലക്കിയിട്ടുണ്ടെങ്കിൽ രേണു ഇറങ്ങൂല, 100% ഉറപ്പാണ്. ബൈ ബൈ. ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ